അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് യൂസുഫിൽ വസ്തബഖൽ ബാബ വഖദ്ദത് ഖമീസഹു മിൻ ദുബുർ വഅൽഫയാ സയ്യിദഹാ ലദൽ ബാബ് قالت ما جزاء من أراد بأهلك سوءا إلا أن يسجن أو عذاب أليم. മറ്റു നമ്മളതിൻ്റെ കുറച്ച് അതിലെ വിഷയങ്ങളാണ് പറഞ്ഞത്. ഇവിടെ അൽഫയ സയ്യിദഹ, അവരിരുവരും അഥവാ സലീഹ അല്ലെങ്കിൽ സുലൈഖയും പിന്നെ യൂസുഫു അലൈഹിസ്സലാമയും കണ്ടുമുട്ടി സയ്യിദഹ, അവളുടെ സയ്യിദ്. സയ്യിദ് എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ ഭർത്താവ് എന്ന അർത്ഥത്തിൽ ഒരു പ്രാവശ്യം വന്ന പദാണത്. സയ്യിദ് എന്നുള്ളത് ഒരു പ്രാവശ്യമാണ് പ്രയോഗിച്ചത്. അതായത് ഇവിടെയാണ് അർത്ഥം ഭർത്താവ് എന്നുള്ളതാണ്. അവിടെ അവളുടെ ഭർത്താവിനെ കണ്ടു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം. കഴിഞ്ഞ ആഴ്ച വിട്ടതാണത്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ നമ്മൾ പറഞ്ഞു. മൻ അറാദ ബി അഹ്ലിക സൂഅൻ ഇല്ലാ അൻ യുസ്ജന ഔ അദാബുൻ അലീം. അതിലുള്ള തന്ത്രങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഖാല ഹിയ റാവദത്നി അൻ നഫ്സി وشهد شاهد من أهلها إن كان قميصه قد من قبل فصدقت وهو من الكاذبين وإن كان قميصه قد من دبر فكذبت وهو من الصادقين. قال, അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ പ്രതിരോധിച്ചുകൊണ്ട് പറഞ്ഞു, ഹിയ റാവദത്നി അൻ നഫ്സി. ഹിയ 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 എന്ന് പറഞ്ഞാൽ അവളാണ്. റാവദത്നി, എന്താ റാവദത്നി, എന്നെ ഉദ്ദേശിച്ചത്, എൻ്റെ ഉദ്ദേശത്തിന് വിപരീതമായി എന്നിലേക്ക് ഉദ്ദേശിച്ച് വന്നത് എന്നതാണ് അവിടെ ഉദ്ദേശം. റാവദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഉദ്ദേശത്തിലുള്ള ഏറ്റുമുട്ടലാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉദ്ദേശം ഒന്ന് വേറെയാണ്, അവളുടെ ഉദ്ദേശം ഒന്ന് വേറെയാണ്. അപ്പോൾ എൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് വ്യത്യസ്തമായി എന്നെ തേടി വന്നത് അവളാണ്. അതാണ് ഇവിടെ ഈ അന്നഫ്സി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഉണ്ടല്ലോ, ഇത് പലതവണ ഈ സൂറത്തിൽ ആവർത്തിച്ച് വന്നിട്ട് ഈ അന്നഫ്സി പ്രയോഗം ഞാനത് സൂചിപ്പിച്ചില്ലേ. ഇവിടെ നമുക്കൊരു പ്രാവശ്യം വന്ന് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അന്നഫ്സി. നഫ്സ് എന്നുള്ളത് പിന്നെ ആത്മാവിന് പറയും, മനസ്സിന് പറയും. നഫ്സ് എന്നുള്ളത് ശരീരത്തിനും പറയും. നഫ്സ് എന്നുള്ളത് നമ്മുടെ റൂഹിന് പറയും. അതേപോലെ തന്നെ നമ്മുടെ ജസദ് ശരീരത്തിനും പറയും. യൂസുഫിൻ്റെ നഫ്സ് ഉണ്ടല്ലോ, വിചാരം, അത് ഒരിക്കലും ഈ സ്ത്രീ ഉദ്ദേശിക്കുന്നതേ അല്ല. പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജസദ്, ശരീരം, ആ ശരീരത്തിന് പല യോഗ്യതകളുണ്ട്. എന്നിട്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു തെറ്റുദ്ദേശിക്കുന്നില്ല. ആരാ തെറ്റുദ്ദേശിക്കുന്നത്? ആ സ്ത്രീയാണ്. അതുകൊണ്ടാണ് ഈ പ്രയോഗം റാവദത്നി അൻ നഫ്സി എന്നുള്ളത്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്കുള്ള യോഗ്യത എന്താ? ശരീരത്തിൻ്റെ യോഗ്യത എന്താ നമ്മൾ പറഞ്ഞത്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ്? ഷാബ്, യുവാവാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആസിബ്. എന്താ ആസിബ്? അവിവാഹിതൻ ആസിബ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ മംലൂക്കാണ്, വാങ്ങിക്കൊണ്ടുവന്ന അടിമയാണ് വീട്ടിൽ. പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഗരീബാണ്. എന്താ ഗരീബ്? അപരിചിതൻ. ആ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം യൂസുഫ് അലൈഹി സ്വലാം ആ നാട്ടുകാരനല്ല, ഒരു തെറ്റ് വന്നാൽ തന്നെയും ഒരു വിദേശിയാണ്. പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം വിധേയനാണ്. കാരണം എന്താ? ആ വീട്ടിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് വീട്ടിൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ എന്ന നിലക്കുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ അനുസരിക്കേണ്ടവനാണ്, ആ വീട്ടിൽ അനുസരിക്കേണ്ടവനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സയ്യിദത്ത് പറയാണ്, ഞാൻ പറയുന്ന കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അനുസരിക്കേണ്ടവനാണ്. പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിക്കുന്ന ആളാരാ? വിളിക്കുന്ന ആള് സ്ത്രീ ദാത്തു മൻസബ്, ചില്ലറക്കാരിയല്ല. ആ വീട്ടിലെ വേറെ ജോലിക്കാരിയാണെങ്കിൽ ഓക്കെ, അതല്ല. പിന്നെ ആ വീട്ടിലെ അസീസിൻ്റെ ഭാര്യയാണ്, ഇമ്രാത്തുൽ അസീസ്. അവർ ദാത്തു മൻസിബിൻ, സ്ഥാനമുള്ളവരാണ്. പിന്നെ ദാത്തു ജമാലിൻ, സൗന്ദര്യമുള്ള ആളാണ്. അപ്പോൾ എന്തുകൊണ്ടും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കൊതിക്കാൻ, ആഗ്രഹിക്കാൻ പല കാരണങ്ങളുണ്ട്. പക്ഷേ എന്നിട്ടും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യാണ്? വിസമ്മതിക്കുകയാണ്. പക്ഷേ ഈ സ്ത്രീ അവരാണ് റാവദത്നി. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇഷ്ടത്തെ
വിഗണിച്ച് അല്ലെങ്കിൽ ആഗ്രഹത്തെ വിഗണിച്ചിട്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ഉദ്ദേശിച്ച് വരുന്നത്. അതുകൊണ്ടാണ് വല വീശി പിടിക്കുക, വല വിരിക്കുക എന്നൊക്കെ ഇതിന് അർത്ഥം പറയുന്നത്. ഇവിടെ നോക്കി നിങ്ങൾ, ഈ സ്ത്രീ പറയുന്നത് ഇവിടെ സയ്യിദ് മുന്നിൽ, യൂസുഫ്, പിന്നെ ഈ പെണ്ണ് അല്ലേ, അവിടെയാണ് പറയുന്നത് എന്ത്, ഇവർ മാ ജസാഉ മൻ അറാദ ബി അഹ്ലിക സൂഅൻ, യൂസുഫിനെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. അപ്പോൾ യൂസുഫ് പറയേണ്ടിയിരുന്നത് എന്താണ്, ഇത് പറഞ്ഞ പെണ്ണിനോട് പറയേണ്ടത് അൻതി റാവത്തിനി അൻ നഫ്സി എന്നാണ്, നീയാണ് എന്നെ തേടി വന്നതെന്നാണ് പറയേണ്ടത്. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നീ എന്നല്ല പ്രയോഗിച്ചു. പിന്നെ ഇദ്ദേഹത്തോട് പറയുന്നത് ഹിയ റാവദത്നി എന്നാണ്, ഹിയ റാവദത്നി, അവർ എന്നെ വശീകരിക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ വല വീശുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ എൻ്റെ ഉദ്ദേശത്തിന് വ്യത്യസ്തമായിട്ട് അവർ എന്നിലേക്ക് വരികയാണ് ചെയ്തത് എന്നാണ് പറഞ്ഞത്. ഉണ്ടോ, അത് പ്രയോഗത്തിൻ്റെ ഒരു മാന്യതയാണത്. കാരണം അവിടെ ആ നീ പ്രയോഗമൊക്കെ ചിലപ്പോൾ എന്താവും, വേറെ പലതും സംഭവിക്കാൻ കാരണമാവും. പക്ഷേ അതുകൊണ്ട് തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം സൂക്ഷ്മമായിട്ടാണ് പ്രയോഗിച്ചത്. നീ എന്ന് പറയാതെ, അൻതി എന്ന് പറയാതെ ഹിയ റാവദത്നി അൻ നഫ്സി എന്ന് സയ്യിദിനോട് പറയുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു അടിപിടിയിലോ കലാപത്തിലോ വിഷയം കലാശിച്ചില്ല. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു ശൈലി. വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹാ. വശഹിദ, എന്താ ഷഹിദ? ഷഹിദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിൽ പല അർത്ഥത്തിന് വന്നിട്ടുണ്ട്. ഹദറ, ഹജറായി, ഹക്കമ, വിധിച്ചു, അതേപോലെ തന്നെ അലിമ, മനസ്സിലാക്കി, ഈ അർത്ഥത്തിലൊക്കെ ഷഹീദ വന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഇവിടെ എന്താണ്, വശഹീദ ഷാഹിദും മിൻ അഹ്ലിഹ, അവളുടേതാണ് ഇമ്രാത്തുൽ അസീസ്, അസീസിൻ്റെ ഭാര്യ സലീഹയുടെ അല്ലെങ്കിൽ സുലൈഖയുടെ കുടുംബത്തിൽ നിന്ന് ഒരു സാക്ഷ്യം വഹിച്ചു. ഷഹീദ ഷാഹിദും മിൻ ഷാഹിദുൻ, അല്ലെങ്കിൽ സാക്ഷ്യം വഹിച്ചു, അല്ലെങ്കിൽ വിധിച്ചു, ഇതൊക്കെയാണ് ഇവിടെ ഉദ്ദേശം. ഇവിടെ ചിലർ പറഞ്ഞു വിധിച്ചു, അതാണ് ശരി, കൂടുതൽ ശരി. ഷഹീദ ഷാഹിദുൻ, ഒരാൾ വിധിച്ചു, ഒരു വിധികർത്താവ് വിധിച്ചു എന്ന് പറയാൻ കാരണം ഷഹാദത്താണെങ്കിൽ എന്ത് വേണം, ഷഹാദത്താണെങ്കിൽ അല്ല, കാണണം. ഇത് കണ്ടിട്ടില്ല, കാണാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് ഷഹീദ, സാക്ഷിയായി എന്ന് പറയുന്നത് സൂക്ഷ്മമല്ല. പിന്നെ അതുകൊണ്ട് ചിലർ പറഞ്ഞ് ഷഹീദ എന്നുള്ളതിന് ഹക്കമ എന്നർത്ഥമുണ്ട്, വിധിച്ചു, ഖദ എന്നർത്ഥമുണ്ട്. അപ്പോൾ ഷഹീദ ഷാഹിദുൻ, ഒരാൾ വിധിച്ചു. ആ വിധിച്ച ആളാരാണ്, മിൻ അഹ്ലിഹ. മിൻ അഹ്ലിഹ എന്ന് പറഞ്ഞാൽ എന്താ, അവളുടെ അഹ്ലിൽപ്പെട്ട, കുടുംബത്തിൽപ്പെട്ട, അവളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ വിധിച്ചു. ഇനി സാക്ഷ്യം പറഞ്ഞു എന്ന് പറഞ്ഞാലും ഇവിടെ അർത്ഥത്തിൽ പ്രശ്നമല്ല. കാരണം എന്തുകൊണ്ട്, കണ്ടതിന് ശേഷമാണ്, അല്ലേ, കാണാൻ പോണ ഒരു വിഷയമാണ്, ഇവിടെ കാണാൻ പോണ ഒരു വിഷയമാണ് അദ്ദേഹം നിർവഹിക്കുന്നത്. ആരാണ് ഈ ഷാഹിദ്? ഷാഹിദ് അവളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ സാക്ഷി പറഞ്ഞു പറയുമ്പോൾ ആരാ ഷാഹിദ്? അസീസിനോടാണ് പറയുന്നത്, യജമാൻ അവിടുത്തെ സയ്യിദിനോടാണ് പറയുന്നത് ഈ സാക്ഷി. അതാരാണ്? അപ്പോൾ ചിലർ പറഞ്ഞ് അതൊരു മഹദിലുള്ള കുട്ടിയായിരുന്നു, ഒരു ചെറിയ കുട്ടിയായിരുന്നു. പിന്നെ ഒരു അസറിൽ കാണാം, അർബഅത്തുൻ തകല്ലമു വഹും സിഗാർ, കുട്ടികളായിരിക്കും 4 പേർ സംസാരിച്ചിട്ടുണ്ട്. അതിലൊരാൾ ഷാഹിദ് യൂസുഫിന് സാക്ഷി പറഞ്ഞ ആളാണ്. കുട്ടികളായിരിക്കും സംസാരിച്ച, ഒന്ന് ജുറൈജിൻ്റെ ഷാഹിദ്, പിന്നൊന്ന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം, പിന്നൊന്ന് ഇബ്നത്തു മാഷിത്തയുടെ കുട്ടി, അതേപോലത്തെ 4ാമത്തെ ആൾ ഈ യൂസുഫിൻ്റെ ഷാഹിദ് യൂസുഫിൻ്റെ സാക്ഷി. ഇവിടെ ഈ സാക്ഷി പറഞ്ഞാൽ കുട്ടിയാണ് എന്നാണ് ചിലർ പറഞ്ഞത്. ഇബ്നു അബ്ബാസിൽ നിന്നൊക്കെ ചില ഹദീസുകൾ വന്നിട്ടുണ്ട്, അബൂ ഹുറൈറയിൽ നിന്ന്. പക്ഷേ ഹദീസ് സഹിയായി സ്ഥിരപ്പെട്ടിട്ടില്ല. ചിലർ പറഞ്ഞില്ല ഇത് മിൻ അഹ്ലിഹ എന്നാണ്, സുലൈഖയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ സാക്ഷി പറഞ്ഞതാണ്. അത് അവരുടെ ഒരു ഇബ്നു പിതൃവ്യ പുത്രനായിരുന്നു, അല്ലെങ്കിൽ ഇബ്നു ഖാൽ, ഒരു ഖാലിൻ്റെ മാതൃ സഹോദരൻ്റെ പുത്രനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതല്ല, അവിടെ ഉണ്ടായിരുന്ന ഒരു ഹക്കീം, ഒരു യുക്തിജ്ഞനായ ഒരു മനുഷ്യനായിരുന്നു എന്ന് പറയുന്നുണ്ട്. ചിലർ പറഞ്ഞത് മനുഷ്യനുമല്ല ജിന്നുമല്ലാത്ത മറ്റൊന്ന് ആണ് അവിടെ സാക്ഷിയായി വന്നത് എന്നാണ്. പക്ഷെ അത് ശരിയല്ല. എന്തുകൊണ്ടാണ് ശരിയല്ലാത്ത? മനുഷ്യനും ജിന്നല്ലാത്ത ഒരാൾ ആണെന്ന് പറഞ്ഞാൽ മിൻ അഹ്ലിഹ എന്ന് പറഞ്ഞാൽ അവളുടെ അഹ്ലിൽപ്പെട്ട, അവൾ മനുഷ്യനല്ലേ, അപ്പോൾ മനുഷ്യനാണ്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? ഷാഹിദ് എന്നാണ്, ഒരു ആള്
അവിടെ ഷഹാദത്ത് നിർവഹിച്ചു എന്നാണ്. ഷഹീദ ഷാഹിദും മിൻ അഹ്ലിയ, അവളുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തി അവിടെ വിധിച്ചു, അല്ലെങ്കിൽ അവിടെ സാക്ഷ്യം നിർവഹിച്ചു. കുട്ടി ഉണ്ടല്ലോ, കുട്ടി സംസാരിച്ചു എന്നുള്ളത് അത് പലരും, ഒന്നാമത് അത് നിവേദനം ദുർബലാണ്, രണ്ടാമത്തേത് കുട്ടിയാണ് സംസാരിച്ചത് എങ്കിൽ പിന്നെ ഇതിനൊന്നും ആവശ്യമല്ല, കുട്ടീൻ്റെ സംസാരം മതി. യൂസുഫ് ഓക്കെ ശരിയാണ്, പെണ്ണ് തെറ്റാണ് എന്ന കുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടിലുള്ള കുട്ടിയല്ലേ, ആ സംസാരം മതി, എല്ലാത്തിനും ഇതായി, പിന്നെ ഇതൊന്നും പറയേണ്ട കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ സാക്ഷ്യം നിർവഹിച്ച ആൾ അവരുടെ കുടുംബത്തിൽപ്പെട്ട സാക്ഷ്യം നിർവഹിക്കാൻ യോഗ്യനായ ഒരു വ്യക്തിയാണ്. എപ്പോഴാണ് ഒരാളുടെ സാക്ഷിയാകുക? ചെറിയ കുട്ടി സാക്ഷ്യം പറഞ്ഞാൽ സാക്ഷിയാകുമല്ല, സാക്ഷ്യം നിർവഹിക്കണമെങ്കിൽ അതിനൊരു പ്രായമല്ലേ. അതുകൊണ്ട് തന്നെ സാക്ഷ്യം നിർവഹിക്കാൻ പോകുന്ന ഒരു വ്യക്തി അവളുടെ കുടുംബത്തിൽ നിന്ന് എന്ത് ചെയ്തു? ഷഹാദത്ത് നിർവഹിച്ചു, അല്ലെങ്കിൽ വിധിച്ചു, അല്ലെങ്കിൽ സാക്ഷ്യം നിർവഹിച്ചു. അവളുടെ കുടുംബത്തിൽ നിന്നാണ്. എന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞത്? അവളുടെ കുടുംബത്തിൽ നിന്നുള്ള സാക്ഷിയാണ്. എന്തിന്? നമ്മൾ പറയും, നാടന്മാരെ അറിയില്ല, കട്ടോണ്ട് കട്ടോടൊക്കെ അറിയും അല്ലേ, ഉറുക്കോണ്ട് ഉറുക്കെട്ട് അറിയില്ലേ, നാടന്മാർ പറയുന്നതാണ് ഉറുക്കോണ്ട് ഉറുക്കെട്ട്. വേറെ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പെണ്ണ് ഇങ്ങനത്താണ്, കൂട്ടാക്കൂല. അപ്പോൾ പിന്നെ അവളുടെ കുടുംബത്തിൽ തന്നെ ഒരാളാകുമ്പോൾ മുപ്പത്തിരിക്കുന്നുണ്ടാവില്ല, അത് പിന്നെ പ്രശ്നം ഉണ്ടാവില്ല, വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പിന്നെ എന്ത് ചെയ്തത്, അവളുടെ കുടുംബത്തിൽ നിന്ന് സാക്ഷി എന്നുള്ള പ്രയോഗം അവിടെ പ്രത്യേകം പറഞ്ഞത്. തയ്യും വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹ, എന്താ പറഞ്ഞത്? ഇൻ കാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബുലിൻ ഫസദഖത് വഹുവ മിനൽ കാദിബീൻ. ഇദ്ദേഹം വിധിച്ചത് ഇൻ കാന ഖമീസുഹു, ഖമീസുഹു പറഞ്ഞാൽ ഖമീസു യൂസുഫ്, യൂസുഫിൻ്റെ ഖമീസ് കുപ്പായം ആണെങ്കിൽ, എങ്ങനെയാണെങ്കിൽ ഖുദ്ദ മിൻ ഖുബുലിൻ, ഖുദ്ദ മിൻ ഖുബുലിൻ മുമ്പിൽ നിന്നാണ് അത് കീറപ്പെട്ടതെങ്കിൽ, ഖുദ്ദ എന്ന് പറഞ്ഞാൽ കീറപ്പെട്ടു. നമ്മൾ കഴിഞ്ഞ പറഞ്ഞല്ലോ ഖുദ്ദ എന്നുള്ളതിനെ കുറിച്ചും, ഖദ്ദത്ത് ഇവിടെ പറഞ്ഞല്ലേ, അതിൻ്റെ മജ്ഹൂലാണ് ഖുദ്ദ. ഇൻ കാന ഖമീസുഹു ഖുദ്ദ, അവൻ്റെ ഖമീസ്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖമീസാണ് കീറിയത്. ഖുദ്ദ അത് കീറപ്പെട്ടു, മിൻ ഖുബുലിൻ മുന്നിൽ നിന്നാണ് അത് കീറപ്പെട്ടത് എങ്കിൽ ഫസദഖത്, അപ്പോൾ സദഖത് അവൾ സത്യം പറഞ്ഞിരിക്കുന്നു, അവൾ സത്യം പറഞ്ഞിരിക്കുന്നു. വഹുവ മിനൽ കാദിബീൻ, വഹുവ അവൻ യൂസുഫ് അദ്ദേഹം ആയിരിക്കും, വഹുവ അദ്ദേഹം മിനൽ കാദിബീൻ. എന്താ മിനൽ കാദിബീൻ? മിനൽ കാദിബീൻ, അദ്ദേഹം കാദിബീങ്ങളിൽപ്പെട്ടവനായിരിക്കും. കാദിബ് എന്ന് പറഞ്ഞാൽ കളവ് പറയുന്നവൻ, കാദിബൂൻ കാദിബീൻ എന്ന് പറഞ്ഞാൽ കളവ് പറയുന്നവർ. വഹുവ മിനൽ കാദിബീൻ, അദ്ദേഹം കളവ് പറയുന്നവരിലായിരിക്കും. അദ്ദേഹം കളവ് പറയുന്നവൻ എന്ന് പറഞ്ഞെങ്കിൽ ഏതിലേക്ക് അതിൻ്റെ മടക്കം പറഞ്ഞില്ല ഇവിടെ? എന്താ പറഞ്ഞത്? ഹിയർ ആവദത്നി അൻ നഫ്സി, ഞാനല്ല 37 പറഞ്ഞില്ലേ, അത് എന്തായിരിക്കും? വഹുവ മിനൽ കാദിബീൻ, അദ്ദേഹം കളവ് പറഞ്ഞവരിലാകും. എന്താണ് അദ്ദേഹം പറഞ്ഞതിലെ കളവ് എന്തായിരിക്കും? ഹിയർ ആവദത്നി അൻ നഫ്സി എന്നുള്ളതാണ്. ഇവിടെ നോക്കി നിങ്ങൾ ആ പ്രയോഗം, വഹുവ കാദിബുൻ എന്ന് പറഞ്ഞില്ല, ഫസദഖത് വഹുവ കാദിബുൻ. വഹുവ കാദിബുൻ എന്നാണ് എന്താ? അദ്ദേഹം കളവ് പറഞ്ഞവനാണ് നേരിട്ട് പറഞ്ഞില്ല. അതേസമയം പറഞ്ഞത് എന്താ? വഹുവ മിനൽ കാദിബീൻ എന്നാണ്, അദ്ദേഹം കളവ് പറയുന്നവരിൽ പെട്ടവനാകും എന്നാണ് പറഞ്ഞത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരാൾ നേരിട്ട് കളവ് പറയുന്നവൻ എന്ന് പറയുന്നതും കളവ് പറയുന്നവരിൽ ഒരാൾ എന്ന് പറയുന്നത് എന്തുണ്ട്? വ്യത്യാസമുണ്ട്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മഹത്വത്തെ അറിയിക്കുന്നതാണ് ഈ പ്രയോഗം. ഇൻ കാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബുലിൻ ഫസദഖത് വഹുവ മിനൽ കാദിബീൻ. വഇൻ കാന ഖമീസുഹു, വഇൻ കാന ഖമീസുഹു, ഇനി യൂസുഫിൻ്റെ ഖമീസ് ആണെങ്കിൽ ഖുദ്ദ മിൻ ദുബുരിൻ, ദുബുർ എന്ന് പറഞ്ഞാൽ വറ, പിന്നെ വറ, ഖൽഫ്. ഖുദ്ദ മിൻ ദുബുരിൻ, പിന്നിൽ നിന്നാണ് കീറപ്പെട്ടതെങ്കിൽ ഫകദബത്, സംഭവം യൂസുഫിൻ്റെ ഖമീസാണ് കീറുന്നത്. അപ്പോൾ കീറിയ ആൾ ആരാണ്? കീറിയ ആൾ അവളാണ്. അത് കീറിയത് ഓള് മുന്നിൽ നിന്നാണ് ബാക്കിൽ നിന്നാണെന്നേ വിഷയമുള്ളൂ. 37 അത് കീറിയത്. മുന്നിൽ നിന്നാണെങ്കിലും കീറിയത് 37, പിന്നിൽ നിന്നാണ് കീറിയത് 37. എന്തുകൊണ്ട് കീറി എന്നുള്ള വിഷയമാണ് പിന്നീട് അവിടെ വരുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടാവും കീറപ്പെട്ടത് എന്നാണ് പറഞ്ഞത് അല്ലേ. അതൊക്കെ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ കഴിഞ്ഞോടത്തോളം എന്ത് വേണം? ഒളിയും മറയും വേണം എന്നുള്ള ഒരു സൂചനയാണ് നൽകുന്നത്. വഇൻ കാന ഖമീസുഹു, യൂസുഫിൻ്റെ ഖമീസാണെങ്കിൽ ഖുദ്ദ മിൻ ദുബുരിൻ, പിന്നിൽ നിന്നാണ് കീറപ്പെട്ടത് എങ്കിൽ ഫകദബത്
അവൾ പറഞ്ഞത് കെദിബാണ്, കളവാണ്. ഫകദബത്, അവർ കളവ് പറഞ്ഞിരിക്കുന്നു. വഹുവ മിനസ്സാദിഖീൻ, വഹുവ യൂസുഫ് മിനസ്സാദിഖീൻ, എന്താണ് സത്യം പറയുന്നവരിൽപ്പെട്ടവനാണ്. സത്യം പറയുന്നത് ഏത്? ഹിയ റാബദത്നി അൻ നഫ്സി എന്ന് പറഞ്ഞത് എന്താണ്? സത്യമാണ്, സത്യമാണ്. അദ്ദേഹം സത്യം പറയുന്നവരിൽ പെട്ടവനാണ്. വഇൻ കാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബുരിൻ ഫകദബത് വഹുവ മിനസ്സാദിഖീൻ. ഇവിടെ ആദ്യം മുന്നിൽ നിന്ന് കീറപ്പെട്ടതാണെങ്കിൽ എന്നാണ് പറഞ്ഞത്. ഫസദക, അവൾ പറഞ്ഞത് സത്യമാണെന്നാണ്. അതെന്തിനാ ആദ്യം മുന്നിൽ നിന്ന് കീറിയതിനെ കുറിച്ച് പറഞ്ഞത്? ആദ്യം പിന്നിൽ നിന്ന് കീറിയത് പറയാതെ മുന്നിൽ നിന്ന് കീറിയത് പറഞ്ഞ എന്തിനാ? അല്ല, അതല്ല ഞാൻ ആ ശൈലി എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ ഷാഹിദ് വിധിച്ചപ്പോൾ മുന്നിൽ നിന്നാണ് കീറിയത്, കുപ്പായം മുന്നിൽ നിന്നാണ് കീറപ്പെട്ടത് എങ്കിൽ അവൾ സത്യമാണ് പറഞ്ഞത്. ആർക്ക് പക്ഷം പിടിച്ച വർത്തമാനം പോലെയാണ്? ഈ സ്ത്രീക്ക് പക്ഷം പിടിച്ചിട്ടുള്ള വർത്തമാനം പോലെയാണ്. കാരണം അവരെയാണ് എന്ത് ചെയ്തത്? ആദ്യം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കണത്. യൂസുഫിൻ്റെ ഖമീസ് മുന്നിൽ നിന്നാണ് കീറിയിട്ടുള്ളത് എങ്കിൽ അവർ പറഞ്ഞത് സത്യമാണ്. വഹുവ മിനൽ കാദിബീൻ, യൂസുഫ് ആരാണ്? കാദിബീനിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞത്. അതാ സ്ത്രീ അല്ല, അവരെ പിന്നെ എന്ത് ചെയ്യാനാണ്? അവരൊന്ന് മയപ്പെടുത്താനാണ്. ആദ്യം തന്നെ പറയാണ് യൂസുഫിൻ്റെ ഖമീസ് ബാക്കിൽ നിന്നാണ് കീറിയിട്ടുള്ളത് എങ്കിൽ ഇവൾ കള്ളാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 37 ഒന്നാമത് 37 അസീസിൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഒരു അനുനയം, ഒരു പെരുമാറ്റ മര്യാദയൊന്നും ഇല്ലാതെയാണ് പറയുന്നതെങ്കിൽ അവർ പിന്നെ കൂടുതൽ ഇളകും, വഷളാകും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ഞാൻ നിങ്ങളുടെ പക്ഷത്താണ് എന്നുള്ള രീതി തോന്നാൻ വേണ്ടിയിട്ട്, അതായത് ഞാൻ നിങ്ങൾക്കൊരു എതിരിൽ പറയുന്ന ആളല്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ചെയ്തത് ഈ ഒരു ശൈലി പ്രയോഗിച്ചത് എന്നുള്ളതാണ്. തഫ്സീറുകളൊക്കെ ഏറെക്കുറെ അത് എടുത്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയല്ലത്, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ഒരുക്കുകയാണ്, കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ ഈ ഷഹീദ് എന്നൊക്കെ ഉണ്ടല്ലോ, ആ കൊട്ടാരത്തിൽ ആ സമയത്ത് ആരാ അവിടെ ഉള്ളത്? ഈ പെണ്ണ് ഇതിന് ഒരുമ്പെടുമ്പോൾ ആരും ഇല്ലാത്ത സമയം നോക്കിയത്. വാതിലൊക്കെ അടച്ചിട്ടുണ്ട്, വിരികളൊക്കെ താഴ്ത്തിയിട്ടുണ്ട്. ഞാനും യൂസുഫും തനിച്ച് എന്ന് അവർ ഭാവിക്കുന്ന ഉറപ്പിക്കുന്ന സമയത്താണ് ഇത് ചെയ്യണത്. അപ്പോഴാണ് ഇത് നടക്കുന്നത്. അവിടെ ആരുമില്ല. പിന്നെ എങ്ങനെയാണ് അവിടെ ഒരു ഷാഹിദ് എത്തിയത്? സയ്യിദ് തന്നെ വാതിലുറന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇവർ അങ്ങോട്ട് ഓടിപ്പാഞ്ഞ് ചെല്ലണത്. അപ്പോൾ അവിടെ ഒരു ഷാഹിദ് ഉണ്ടാണ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യണം? ഒരാളെ അവിടെ എത്തിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പെണ്ണിൻ്റെ പക്ഷം പിടിച്ചിട്ട് പറയുക എന്നുള്ളത് വരില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന റബ്ബി ലത്തീഫുൽ ലിമാ യശാ എന്ന് പറഞ്ഞാൽ എൻ്റെ റബ്ബ് അവന് ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യാൻ അള്ളാഹു ആളുകൾ അറിയാത്ത രീതിയിൽ ഇടപെടുന്നവനാണ്. അതാണ് ഇവിടെ വിഷയം. ഈ പെണ്ണിന് നിഷേധിക്കാൻ കഴിയരുത്, തോന്നണം ഞാൻ പിന്നെ എനിക്കെതിരിലല്ല ഈ സാക്ഷി വിധിക്കുന്നത് എന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സൂറത്ത് യൂസുഫിൽ ഫബദഅ ബിഔഇയതിഹിം ഖബ്ല വിആഇ അഖീഹി എന്ന് പറഞ്ഞില്ലേ? ഏത് വിഷയത്തിൽ? അളവ് പാത്രം, രാജാവിൻ്റെ പാനപാത്രം അല്ലെങ്കിൽ അളവ് പാത്രം നഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ അതെന്തായിരുന്നു? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ബിനിയാമീൻ്റെ വിആയിൽ വെച്ചതാണ്, ഭാണ്ഡത്തിൽ വെച്ചതാണ്, ഭക്ഷണം പൊതിയിൽ വെച്ചതാണ്. എന്നിട്ട് പറഞ്ഞ് രാജാവിൻ്റെ സ്വഭാവം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് നിങ്ങളാരെങ്കിലും എടുത്താണെന്നുള്ള രീതിയിൽ പറഞ്ഞല്ലോ. എന്നിട്ട് തെരച്ചിൽ തുടങ്ങിയത് എവിടുന്ന? അത് വെച്ചത് എവിടെയാണ്? ബിനിയാമീൻ്റെ സഞ്ചിയിലാണ് വെച്ചത്. പക്ഷേ തെരഞ്ഞത് എവിടെയാണ്? ആദ്യം ബിനിയാമീൻ്റെ അല്ലേ തെരഞ്ഞത്. പിന്നെ ഫബദഅ ബിഔഇയതിഹിം, അവരുടെ ഭാണ്ഡങ്ങളിലാണ് തെരഞ്ഞത്. അവർ പറഞ്ഞു ഞങ്ങളാരും കക്കാൻ വന്നാലും ഞങ്ങൾ കട്ടിട്ടില്ല, വേണമെങ്കിൽ തെരഞ്ഞോളി എന്ന് പറയുന്നത്. അപ്പോൾ അവരിലാണ് തെരഞ്ഞത്. അവർ 9 പേരിൽ തെരഞ്ഞ് ഖബ്ല വിആഇ അഖീഹി, അവസാനമാണ് ആരിലേക്ക് വന്നത്? ബിനിയാമീൻ്റെയിലേക്ക് വന്നത്. ആദ്യം തന്നെ ബിനിയാമീൻ്റെ തെരഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്, ആദാങ്ങളെടുത്തിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്തോ ഒരു കള്ളപ്പണിയാണ് എന്നുള്ളത് അവർ പറയും. പക്ഷെ അത് അവർക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ ഒരു വിഷയം. അതേപോലെയാണ് ഇവിടെ. ആദ്യം പിന്നെ മുന്നിൽ നിന്നാണ് കീറിയതെങ്കിൽ അവർ പറഞ്ഞത് സത്യമാണ്, യൂസുഫ് മിനൽ കാദിബീൻ എന്ന് ഷാഹിദ് വിധിച്ചു. പിന്നെയാണ് വഇൻ കാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബുരിൻ ഫകദബത് വഹുവ മിനസ്സാദിഖീൻ എന്ന് പറഞ്ഞു. സാക്ഷി പറയേണ്ട ആൾ സാക്ഷിയായത് കണ്ണേ സാക്ഷി പറയാവൂ? ആദ്യം കാണണം, അതിനെ സാക്ഷി പറയാൻ പാടുള്ളൂ. വിധിയാണെങ്കിൽ മാഫി മുഷ്കിൽ ഇല്ല. അവിടെ ഇതിലൊരു മസാലയാണ്, അത് ഞാൻ അത് വെച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചു. അതായത് ഈ ഖരീന എന്ന് പറയും, സാഹചര്യ തെളിവുകൾ. ഖരീനത്ത് വെച്ചിട്ട് നമുക്ക് വിധിക്കാം. ഇപ്പോൾ നമ്മൾ പിന്നെ തെളിവുകൾ പലതുണ്ടല്ലോ.
പിന്നെ വാദിയുണ്ട്, പ്രതിയുണ്ട്. വാദി തെളിവ് ഹാജരാക്കണം പലതും, പ്രതി അതില്ല എങ്കിൽ സത്യം ചെയ്യാതാണ്. പക്ഷേ വാദിയുടെ തെളിവ് ഉണ്ടല്ലോ, ആ തെളിവുകൾ ഇനി ഇല്ല എങ്കിൽ സാഹചര്യ തെളിവുകൾ വെച്ചിട്ട് കേസ് വിധിക്കാൻ പറ്റും. നമ്മുടെ ശറഈ കോർട്ടിലുള്ളൊരു വിഷയമാണത്, സാഹചര്യ തെളിവുകൾ. അപ്പം സാഹചര്യ തെളിവുകൾ വെച്ചിട്ട് നമുക്ക് വിധിക്കാം എന്നതിന് തെളിവാണിത്. കണ്ട, ഇവിടെ പിന്നെ വാദി ഒന്നും ഹാജരാക്കണില്ല. അപ്പോൾ സാഹചര്യ തെളിവാണ് നോക്കിയത്. എന്താ സാഹചര്യ തെളിവ്? കുപ്പായം കീറിയെന്ന് നോക്കുക, മുന്നിൽ നിന്നാണ് കീറിയെങ്കിൽ ബാക്കിൽ നിന്നാണ് കീറിയെങ്കിൽ എന്ന് പറഞ്ഞു. അതാണ് കരീനത്ത് കൊണ്ട് വിധിക്കുക എന്ന് പറഞ്ഞെങ്കിൽ. ഇവിടെ പിന്നെ ഇപ്പം നോക്കി നിങ്ങൾ, പക്ഷേ ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ ചെന്നായ യൂസുഫിനെ തിന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ കൊണ്ടുവന്ന തെളിവെന്താ? കുപ്പായത്തിൽ രക്തം തിരിച്ച, അത് കരീനത്താണ്. കരീന. പക്ഷെ ആ തെളിവിനെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം സമ്മതിച്ചില്ല. എന്തേ സമ്മതിക്കാതിരുന്നത്? ഇവർ യൂസുഫിനെ ചെന്നായ തിന്നിരിക്കുന്നു എന്നതിന് തെളിവ് കൊണ്ടുവന്നത് എന്താണ്? ആ കുപ്പായത്തിൽ രക്തമാണ്, രക്തം തേച്ച് കൊണ്ടുവന്നത്. പക്ഷേ യാക്കൂബ് നബി അത് സമ്മതിച്ചില്ല. കാരണം എന്തുകൊണ്ട്? വേറൊരു കരീനത്ത് അതിനേക്കാൾ വലിയത് അവിടെ ഉള്ളത് കൊണ്ട്. ഈ സാഹചര്യ തെളിവിനെ ഖണ്ഡിക്കുന്ന മറ്റൊരു തെളിവുണ്ട്. അതെന്താ? കുപ്പായം ചുളിഞ്ഞിട്ടില്ല, കുപ്പായം കീറിയിട്ടില്ല, എന്തോ ഒരു വൃത്തിയുള്ള ചെന്നായ ഒരു പോറിലും ഏൽപ്പിക്കാതെ കുപ്പായ അഴിച്ച് അതിന് അല്പം രക്തം മാത്രം ആക്കി കൊടുത്തിട്ട് ഒരു ചെന്നായ പെരുമാറുക എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ആ ഒരു സാഹചര്യ തെളിവ് ഇവർ കൊണ്ടുവന്ന സാഹചര്യ തെളിവിനെ ഗണ്ണിക്കണതായതുകൊണ്ടാണ് അത് സ്വീകരിക്കാതിരുന്നത്. തയ്യും ഷാഹിദ് ഈ ഒരു വിഷയം ഇങ്ങനെ വിധിച്ചു. ആ വിധിച്ചതിൽ പിന്നെ അതാണ് ഫാവുൽ ഫസീഹ. ഈ വിഷയം വിധിയൊക്കെ നടന്നു. അദ്ദേഹം കണ്ടപ്പോൾ ഖമീസഹു യൂസുഫിൻ്റെ ഖമീസിനെ ഖുദ്ദ മിൻ ദുബുരിൻ. എന്താ ഖുദ്ദ മിൻ ദുബുരിൻ? ദുബുറിൽ നിന്ന് കീറിയതായി. ഈ ദുബുർ ഖുബുൽ എന്നത് പല ഖിറാഅത്തുള്ള ഒരു പദമാണ്. ദുബുറു എന്ന് ഖിറാഅത്തുണ്ട്. ഖുദ്ദ മിൻ ദുബുറു അല്ലെങ്കിൽ ദുബുറു, ഇങ്ങനെയൊക്കെ പല ഖിറാഅത്തുണ്ട്. ദുബുരിൻ. അവിടെ ഫലമ്മ റഅ ഖമീസഹു, യൂസുഫിൻ്റെ ഖമീസിനെ അദ്ദേഹം കണ്ടപ്പോൾ. ഇവിടെ അദ്ദേഹം എന്നുള്ളത് കൊണ്ട് തഫ്സീറുകളിൽ കാണാം ഉദ്ദേശം ആരാണ്? അസീസാണ്, ഷാഹിദല്ല, അസീസ്. അസീസ് കണ്ടപ്പോൾ, എങ്ങനെ കണ്ടപ്പോൾ? ഖുദ്ദ മിൻ ദുബുരിൻ, ദുബുരിൽ നിന്ന് പിന്തിയതായി. ദുബുരിൻ എന്നുള്ളിടത്ത് ഈ തൻവീനുള്ള ഇവളാണ്. ദുബുരി എന്ന് പറഞ്ഞാൽ മിൻ ദുബുരിൽ ഖമീസ്, മിൻ ദുബുരിൽ ഖമീസ്, ഖമീസിൻ്റെ പിന്നിൽ നിന്ന് കീറപ്പെട്ടത് കണ്ടപ്പോൾ. മിൻ ദുബുരിൻ തൻവീന് അൽ ഖമീസ് എന്നതിൻ്റെ ഇവളാണ്, പകരമായിട്ടാണ്. തൻവീനുൽ ഇവൾ എന്നതിന് പറയാം. പിന്നിൽ നിന്ന് കീറപ്പെട്ടത് കണ്ടപ്പോൾ, അസീസ് കണ്ടപ്പോൾ. ഖാല ഇന്നഹു മിൻ കൈദികുൻ ഇന്ന കൈദകുൻ അദീം. ഖാല അദ്ദേഹം പറഞ്ഞു, ഇന്നഹു തീർച്ചയായും കാര്യം, ഈ കാര്യം, മിൻ കൈദികുൻ. എന്താ മിൻ കൈദികുന്ന? കൈദെന്ന തന്ത്രം. മിൻ കൈദികുന്ന, നിങ്ങൾ സ്ത്രീകളുടെ കൈദിൽപ്പെട്ടതാകുന്നു, തന്ത്രത്തിൽ പെട്ടതാകുന്നു. ഇന്ന കൈദകുൻ, തീർച്ചയായും നിങ്ങളുടെ കൈദ്, തന്ത്രം, അദീമുൻ. അദീം എന്ന് പറഞ്ഞാൽ കൊടിയതാണ്, ഗൗരവപ്പെട്ടതാണ് എന്നാണ്. കുറച്ച് ചില വിഷയം നമുക്കിതുകൂടി പറയാം. എന്നിട്ട് ഇതിപ്പോൾ അസീസ് പറയാണ്, ഈ സുലൈഖയുടെ ഭർത്താവ്, അദ്ദേഹം പറയാണ് ഇന്നഹു മിൻ കൈദികുൻ ഇന്ന കൈദകുൻ അദീം. എന്നിട്ട് പറയാണ് യൂസുഫ് ആരിദ് അൻ ഹാദാ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമെ അദ്ദേഹം വിളിക്കുകയാണ്, യാ യൂസുഫ്, യാ യൂസുഫ്. ഇത് വിളിയാണ്, മുനാദയാണ്. യൂസുഫ് എന്നാൽ യാ യൂസുഫ്, യൂസുഫ് ആരിദ് അൻ ഹാദാ. ആരിദ് എന്ന് പറഞ്ഞാൽ എന്താ? വിഗണിച്ചേക്കുക, വിട്ടേക്കുക. ആരിദ് അൻ ഹാദാ, ഇതിൽ നിന്ന് പുറംതിരിയുക, ഇതിൽ നിന്ന് തിരിഞ്ഞു കളയുക എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം വിട്ടേക്കുക, ഇതിനെ വിഗണിക്കുക. വസ്തഗ്ഫിരി ലിദംബികി. എന്താ വസ്തഗ്ഫിരി? ഈ പെണ്ണിനോട് പറയാണ് ഇസ്തഗ്ഫിരി. ഇസ്തഗ്ഫിർ എന്ന് പറഞ്ഞാൽ എന്നോടാണ്. ഇസ്തഗ്ഫിരി എന്നാൽ പെണ്ണിനോടുള്ള മുഖാത്തബത്താണ്, അഭിസംബോധന. വസ്തഗ്ഫിരി, പെണ്ണെ നീ ഇസ്തിഗ്ഫാർ നടത്തുക, പൊറുക്കാൻ തേടുക. ലിദംബികി, നിൻ്റെ തെറ്റിന്, നിൻ്റെ തെറ്റിന്. ഇന്നകി കുന്തി മിനൽ ഖാത്തിഈൻ. ഇന്നകി, നീ, തീർച്ചയായും നീ, കുന്തി, നീ ആയിരുന്നു, മിനൽ ഖാത്തിഈൻ, ഖാത്തിഈങ്ങളിൽ. ഖാത്തി എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തവൻ, തെറ്റ് ചെയ്യണം. ഖാത്തിഈൻ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തവർ
ബോധപൂർവ്വം തെറ്റ് ചെയ്യുന്നതിനാണ് അത് പറയാം. ഖതഉം ഖത ഇതിൽ ഖത എന്ന് പറഞ്ഞാൽ ബോധപൂർവ്വം തെറ്റ് ചെയ്തു, അഖ്ത എന്ന് പറഞ്ഞാൽ അബദ്ധത്തിൽ ചെയ്തു. ഇവിടെ മുഖ്തിഈൻ എന്നല്ല, പിന്നെയോ ഖാതിഈൻ എന്നാണ്, തെറ്റ് ചെയ്തവർ എന്നർത്ഥം. അതിൽ കുറേ വിഷയമുണ്ട്. എന്താ കുറേ വിഷയം? ഇദ്ദേഹം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറയുന്ന ആറിദാനാഥ, ഈ പ്രശ്നത്തിൽ നിന്ന് തിരിയാൻ പറയാണ്, അത് വിട്ടേക്കാൻ പറയാണ്. കാരണം ഇനി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് വിശദീകരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഭാര്യയാണ്, കുടുംബ പ്രശ്നം, കലഹം, അതൊക്കെ. പിന്നെ ഇത് കൊട്ടാരത്തിൽ നടന്നൊരു ഇഷ്യൂ ആണ്. ഇതെന്ത് ചെയ്യും, പിന്നെ പുറം ലോകത്തേക്ക് പടരും. അതൊന്നും ഒരു അസീസിനെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, അതൊരു നല്ല വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഇത് പിന്നെ മുളയിൽ തന്നെ നുള്ളാനാണ് അദ്ദേഹത്തിൻ്റെ ഭാവം. അതുകൊണ്ടാണ് പറഞ്ഞത് യൂസുഫ് ആറിദാൻ ഹാദ. പിന്നെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു തെറ്റാരെടുത്താന്ന്, ഈ സ്ത്രീയുടെ അടുക്കലാണ്. അതുകൊണ്ട് വസ്തഗ്ഫിരി ലിദംബിക്ക്, നിൻ്റെ തെറ്റിന് നീ ഇസ്തിഗ്ഫാർ നടത്താൻ പറഞ്ഞു. അവിടെ അസീസാണ് പറയുന്നത്, പെണ്ണിനോട് പറയുന്നത്, നിൻ്റെ തെറ്റിൽ നീ പൊറുക്കലിനെ തേടുക. അപ്പോൾ അവർ വിശ്വാസികളായിരുന്നു, അള്ളാഹിനോട് പൊറുക്കലിനെ തേടാൻ പറയുക. അതല്ല, ഇവിടെ തെറ്റ് ഭർത്താവിനോടാണല്ലോ, ഭർത്താവിനെ ചതിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ. അതുകൊണ്ട് തന്നെ അതിൽ ക്ഷമാപണം നടത്താൻ പറഞ്ഞതാണ്. രണ്ട് നിലക്കും അതിൽ തഫ്സീറുണ്ട്. അള്ളാഹിനോട് പൊറുക്കലിനെ തേടാൻ പറഞ്ഞു. കാരണം അവർ പിന്നെ പഠിച്ച റബ്ബിലൊരു വിശ്വാസമുള്ളവരാണ്. വിശദമായിട്ടുള്ള ഈമാൻ കാര്യങ്ങളും എല്ലാം അതിലൊന്നും വിശ്വാസമില്ലെങ്കിലും റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസമുണ്ട്. അതുകൊണ്ട് വന്നു പോയ ഈ തെറ്റ് അള്ളാഹിൻ്റെ അളവിലുള്ള തെറ്റല്ല, പിന്നെയോ ഭർത്താവിനോടുള്ള തെറ്റല്ല, അതിൽ ഇസ്തിഗ്ഫാർ നടത്താൻ പറഞ്ഞു എന്നുള്ളതാണ്. ഇന്നക്കി കുൻതി മിനൽ ഖാതിഈൻ എന്നാണ്. ഇന്നക്കി പെണ്ണിനോട് പറയുന്നത്, പെണ്ണെ നീ കുൻതി, നീ ആയിരുന്നു, മിനൽ ഖാതിഈൻ. ഖാതിഈൻ എന്ന് പറഞ്ഞത് തെറ്റ് ചെയ്യുന്ന ആണുങ്ങളാണോ തെറ്റ് ചെയ്യുന്ന പെണ്ണുങ്ങളാണോ? ഖാതി എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്ന ആണാണ്. ഖാതിഊൻ, ഖാതി എന്ന് പറഞ്ഞാൽ ജമ്മു മുദക്കർ സാലിമാണ്, തെറ്റ് ചെയ്യുന്ന പുരുഷന്മാർ, തെറ്റ് ചെയ്യുന്നവർ. ഈ സ്ത്രീ തെറ്റ് ചെയ്യുന്ന മിനൽ ഖാതിഈൻ എന്നാണോ മിനൽ ഖാതിആത്ത്? ഖാതിഈൻ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്ന പുരുഷന്മാർ, ഖാതിആത്ത് എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്ന സ്ത്രീകൾ. ഇന്നക്കി കുൻതി മിനൽ ഖാതിഈൻ, നീ തെറ്റ് ചെയ്യുന്നവരിൽ പെട്ടവളാണ് എന്നാണ് പറഞ്ഞത്, തെറ്റ് ചെയ്യുന്ന പുരുഷന്മാർ. പക്ഷേ അവിടെ ഉദ്ദേശം സ്ത്രീകളും അതിൽ പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പക്ഷേ ഖാതിആത്ത് എന്ന് പറഞ്ഞില്ല, തെറ്റ് ചെയ്യുന്ന സ്ത്രീകൾ. ഇവിടെ മിൻ കൈദികുന്ന, ഇന്ന കൈദകുന്ന എന്നൊക്കെ പറഞ്ഞാൽ എന്താ, സ്ത്രീകളാണ് വിഷയം. ഇവിടെ മിനൽ ഖാതിഈൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെന്തുകൊണ്ട്? ഒരാൾ ഉദ്ദേശിച്ചിട്ട് ഇങ്ങനെ പറയില്ല. ഖാതിഈൻ എന്ന് പറഞ്ഞാൽ തെറ്റുകാർ എന്നല്ല അർത്ഥം. ഇവിടെ പിന്നെ വിഷയം, ഇവിടെ ഏറ്റവും വലിയ തെറ്റുകാരനാരാ? സ്ത്രീയേക്കാൾ യൂസുഫിനേക്കാൾ വലിയ തെറ്റുകാരി ആരാ? ഈ സാഹചര്യം ഉണ്ടാക്കിയ ആളാണ്. അതാരാ? അസീസാണ്. ഇപ്പോഴും നോക്കിയ മൂപ്പർക്ക് ഇത്രയുള്ള പ്രശ്നം. യൂസുഫ് ആരിദാൻ ഹാദ വസ്തഗ്ഫിരി ലിദംബിക്ക്, മൂപ്പരിന് ഇതിനെ പറ്റ നോർമലാക്കാണ്. ഇതെന്താ സംഭവം? ഇതൊരു വീട്ടിൻ്റെ അകത്തളത്തിൽ എന്താ ഈ സംഭവം? ഇതൊരു ചെറിയ ഇഷ്യൂ ആണോ? അല്ല. പക്ഷെ മൂപ്പരെ സംബന്ധിച്ചിടത്തോളം ഇതെന്താ, ഇതൊരു നിസ്സാരമായ വിഷയമാണ്. അത് വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട്, ഇയ്യാകും വദ്ദുഖൂല അലൻ നിസ, നിങ്ങൾ സ്ത്രീകളുടെ അടുക്കലേക്ക് പ്രവേശിക്കുന്നത് കരുതണം, സ്ത്രീകളുടെ അടുക്കലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നത് കരുതണം എന്നാണ്. ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ, ഒരാണും ഒരു പെണ്ണായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഒഴിഞ്ഞിരിക്കാൻ പാടുള്ളതല്ല. ഇല്ലാക്കാൻ ശൈത്താനു സാലിസഹുമ, മൂന്നാമത് ശൈത്താൻ ഉണ്ടാകാതെ. അതൊരു ഒഴിഞ്ഞിരിക്കുന്ന വിഷയം അല്ലെങ്കിൽ കടന്നു വരുന്ന വിഷയത്തിൽ ദീനിൻ്റെ നിഷ്കർഷതയാണ്. ഇത് ഒത്തൊരാണും എല്ലാം തികഞ്ഞ നിലയിൽ നിന്നുള്ളൊരു പെണ്ണും ഒരു വീട്ടിനകത്ത് കുറച്ച് സമയമല്ല, പിന്നെയോ സദാസമയമാണ്. അതാരുടെ പോരായ്മയാണ്? കവിതയിൽ പറഞ്ഞില്ലേ, തഅദു ദിആബു അലാ മൻ ലാ കിലാബ ലഹു, തഅദു ദിആബ് ചെന്നായ്ക്കൾ ആക്രമിക്കൽ, അലാ മൻ ലാ കിലാബ ലഹു എന്നാണ്. നായ്ക്കൾ കാവൽ നിൽക്കാനില്ലാത്ത മൃഗങ്ങളിലാണ്. അതൊരു കവിതയുടെ ഭാഗമാണ്. ഇബ്നു അബി റബിയ മത്താഫിൽ ഒരു സ്ത്രീ തവാഫ് ചെയ്യുന്നുണ്ട്, ഒരു പെണ്ണ് തവാഫ് ചെയ്യുന്നുണ്ട്. പെണ്ണ് സുന്ദരിയായിരുന്നു. രാത്രി അപ്പോൾ ഇബ്നു അബി റബിയ പെണ്ണിനോട് ചെന്നിട്ട് സംസാരിച്ചു. പെണ്ണ് മൈൻഡ് ചെയ്തില്ല, തവാഫല്ലേ, പെണ്ണ് തവാഫിൽ പോയി. പക്ഷേ പിറ്റേന്ന് രാത്രി ഇതേപോലെ ഈ സ്ത്രീ തവാഫ് ചെയ്യാൻ വേണ്ടി വന്ന ഇബ്നു അബി റബിയ എന്ന് പറഞ്ഞ വ്യക്തി ചെന്ന് എന്നിട്ട് അവളോട് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഈ സ്ഥാനം ഏതാ? കഅബത്തിൻ്റെ പരിസരം, മത്താഫ്. ഇവിടെ പിന്നെ നീ സംസാരിക്കുന്ന നട്ട് എന്ത് ചെയ്ത്
അവൾ പോയെങ്കിലും ഇബ്നു അബി റബിയ എന്ന് പറഞ്ഞ വ്യക്തി പിന്നാലെ സംസാരിച്ച് വന്നതാണ്. പക്ഷെ അവൾ തവാഫ് ചെയ്ത് വേഗം മടങ്ങി. പിറ്റേന്ന് വരുമ്പോൾ ഭർത്താവിനോട് പറഞ്ഞ്, ഭർത്താവിനോട് പറഞ്ഞ് എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ ഭർത്താവിനേറ്റ് വരികയാണ്. അന്ന് ഭർത്താവിനേറ്റ് വരുമ്പോൾ ഈ ഇബ്നു അബി റബിയ വൈക്കരിക്കുകയാണ്, ഇവൾ വരുന്ന വൈക്കരിക്കുകയാണ്. ഭർത്താവിനേറ്റ് വരുന്നപ്പോൾ ഇബ്നു അബി റബിയ നീച്ചപ്പോൾ വാങ്ങിയതാണ്. അപ്പോഴാണ് അവൾ പറഞ്ഞത് എന്നാണ് അതിൻ്റെ കവിതൻ്റെ ബാക്കിയാണ്. കാവൽ നായ്ക്കളില്ലാത്ത ആളുകൾ ആരോ അവരുടെ നേരെയാണ് ആർക്കുകൾ വരിക, ചെന്നായ്ക്കൾ വരിക ഉണ്ടോ. കാവൽ നായ ഉണ്ടാകണ്ടോ, ചെന്നായ നീച്ച് പറഞ്ഞിട്ടില്ലേ എന്നവർ പറഞ്ഞു എന്നാണ്. പക്ഷേ കാവൽ നായ ആയിരിക്കണം. അതില്ല എങ്കിൽ വരുന്നതാണ് വിഷയം, അതില്ലെങ്കിൽ വരുന്ന വിഷയമാണിത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ തെറ്റുകാരൻ ആരാണ്? ഈ സയ്യിദാണ്. അതുകൊണ്ടാണ് നീ മാത്രമല്ല, യൂസുഫ് മാത്രമല്ല, പിന്നെയോ തെറ്റുകാരിവിടെ പലതുണ്ട്. അതുകൊണ്ട് ഇന്നക്കി കുന്തി മിനൽ ഖാത്തിഈൻ എന്ന് പറഞ്ഞതാണ്. മൂപ്പരും കൂടി ഇവിടെ അവിടെ ഉദ്ദേശമാണ്. പിന്നെ ഇവിടെ ഉള്ളൊരു വിഷയം ഈ ഗീറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വിശിഷ്ട സ്വഭാവമാണ് ഇസ്ലാമിൽ. ഗീറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിമാന രോഷം. ഈ ഗീറത്ത് ആരിലുണ്ടോ അവരുടെ ഇണകളും മക്കളും എന്തായിരിക്കും? ഈ അഭിമാനം സംരക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലായിരിക്കും. ഗീറത്തില്ലാത്തവരാണ് എങ്ങനെയും പോകാം, എപ്പോഴും പോകാം, ഏത് വേഷത്തിലും പോകാം, ഒരു മേൽനോട്ടമില്ലാത്ത രീതിയിൽ സ്ത്രീകളൊക്കെ പെരുമാറുന്നത്. വീടുകളിലേക്ക് വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, 3 കൂട്ടർക്ക് സ്വർഗ്ഗമല്ല എന്ന് പറഞ്ഞു. സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്നത്തൽ ബത്ത എന്നാണ്. ഒരിക്കലും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരാളാരാ? അദ്ദയ്യൂസ് അല്ലദീ യുഖിറു ഫി അഹ്ലിൽ ഖുബ്സ്. വീട്ടിൽ തോന്നിയാസത്തിന് അരി നിൽക്കുന്ന രക്ഷിതാവാണ്. വീട്ടിൽ തോന്നിവാസങ്ങൾക്ക് അരി നിൽക്കുന്ന രക്ഷിതാവാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഔദു ബില്ലാഹ്. വീട്ടിലുള്ള സ്ത്രീകളോട് ഉണ്ട് ഇതേപോലെ അന്യര് വന്ന് സംസാരിക്കണ്, അന്യര് വന്നിട്ട് കൊഞ്ചുണ്, അവരോട് കൊഞ്ചുണ്, അവരോട് കുഴയണ്, ഈ രീതിയിലൊക്കെ ആകുമ്പോൾ ഗീറത്തില്ലായ്മയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അപവാദ പ്രചരണത്തിൻ്റെ വിഷയത്തിൽ 4 സാക്ഷി വേണമെന്ന് പറഞ്ഞില്ലേ? ലിആൻ്റെ മസല പറയുന്നിടത്തല്ലേ പറഞ്ഞത്? 4 സാക്ഷികൾ വേണം സ്ത്രീയുടെ പേരിൽ ഭർത്താവിന് കുറ്റാരോപണം നടത്താനെന്ന് പറഞ്ഞപ്പോൾ സഅദ് ഇബ്നു ഉബാദ പറഞ്ഞില്ലേ, സ്വന്തം ഭാര്യയുടെ മേൽ ഒരാൾ കയറിയിരിക്കുമ്പോൾ 4 സാക്ഷികൾ അന്വേഷിക്കുക. റസൂൽ എന്നിട്ട് അദ്ദേഹം വികാരം പ്രകടിപ്പിച്ച്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സഅദിൻ്റെ ഗീറത്ത് കണ്ടില്ല നിങ്ങൾ, ഇതിൽ നിങ്ങൾക്ക് അത്ഭുതമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒരു അത്ഭുതമല്ല, അങ്ങനെ അഭിമാനരോഷം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ പറയാണ്, എങ്കിൽ അതിനേക്കാൾ വലിയ അഭിമാനരോഷം എനിക്കുണ്ട്, എന്നേക്കാൾ വലിയ അഭിമാനരോഷം ആർക്കുണ്ട്? അള്ളാഹ്ക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗീറത്തിനെ പഠിപ്പിക്കണ്ടായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈ ഗീറത്തില്ലാഞ്ഞാലാണ് ഇതാണ് ഈ വിഷയം ഉണ്ടാകുക. അബൂ ഹയ്യാൻ ബഹറുൽ മുഹീത്തിൽ ഇങ്ങനെ ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. ഈ മിസ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് മിസ്ർ നാടിൻ്റെ പ്രത്യേകതയാണ് എന്ന് പറയുന്നുണ്ട്. മിസ്ർ നാടിൻ്റെ പ്രത്യേകതയാണ് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിനെ പല മുഫസ്സിരീങ്ങളും വളരെ വിഷമത്തിലാണ് എടുത്തത്. അബൂ ഹയ്യാൻ വലിയ പണ്ഡിതനാണ്, വലിയ ചില്ലറക്കാരനല്ല. പക്ഷെ അദ്ദേഹം മിസ്റിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇത് തുർബത്ത് മിസ്ർ മണ്ണിൻ്റെ പ്രത്യേകതയാണിത് എന്നാണ് പറഞ്ഞത്. അത് ചിലർ അതിനനുബന്ധം പറഞ്ഞു, അവിടെ സിംഹങ്ങൾ ജീവിക്കൂല. കാരണം എന്താ? സിംഹം ജീവിക്കാത്ത, സിംഹത്തിന് ഭയങ്കര വീരത്താണ്. ആൺസിംഹം ഒരിക്കലും തൻ്റെ പെൺസിംഹം ലബു ഉണ്ടല്ലോ അതിനോട് മറ്റൊരു സിംഹം എടുക്കാൻ സമ്മതിക്കില്ല, കടിച്ച് കീറി അതിനെ കൊല്ലും. അതുകൊണ്ട് തന്നെ അവിടെ ആൺസിംഹം ജീവിക്കൂല എന്നാണ്. കാരണം എന്താ? സിംഹത്തിന് ഗീറത്തുള്ളതുകൊണ്ട്. പക്ഷേ അവിടുത്തെ ആളുകൾക്ക് അങ്ങനെ പറഞ്ഞതാണ്. ശരിക്കും അത് പറയാൻ പാടുള്ളതല്ല, ഒരു നാടിനെ അങ്ങനെ ആക്ഷേപിക്കാൻ പാടുള്ളതല്ല. അബൂ ഹയ്യാൻ ആ വിഷയത്തിൽ പലരും നിരൂപിച്ചിട്ടുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ്. ഏതായാലും ഈ ഒരു വിഷയം ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട്. വലിയ പാഠതാണ്. വീടകങ്ങൾ ഇങ്ങനെ ആളുകൾക്ക് മേയാനും കയറി ഇറങ്ങാനുള്ള ഒരു ഇടാകുക എന്നുള്ളത് അവസ്ഥ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ നോക്കിയെന്ന് ഈ അസീസിന് പറ്റിയ മഹാകണി, അദ്ദേഹത്തിന് ഒട്ടും ഗീറത്തില്ലാത്ത അവസ്ഥ. ഇബ്നു ഹസം അബ്ബാഹിരി ഒരു സ്ത്രീ ഹിജാസിലുള്ള ഒരു സ്ത്രീയുടെ വിഷയം പറയുന്നുണ്ട്. ആ സ്ത്രീ ഗർഭിണിയായപ്പോൾ ചോദിക്കുകയാണ്, എന്തേ ഈ വിഷയം എന്ന്. അപ്പോൾ പറയാണ്, അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു എന്നാണ്, താലൽ വിസാദു വ താല സുഹാദ്ന്നോ, അങ്ങനെ ഒരു പ്രയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയോട് കൂടുതൽ ഇടപഴകി സംസാരിച്ചിരുന്നു, പിന്നെ വേറെ തൊഴിലുമില്ല, അതുകൊണ്ട് തന്നെ അതിനാലാണ് ഇത് പറ്റിയതെന്നാണ്. അപ്പോൾ ഈ അന്യരോടുള്ള ഇടപഴക്കം അത് കൂടുകയും മറ്റ് വ്യാപൃതമാകുന്ന വിഷയങ്ങളൊന്നും ഇല്ലാതിരിക്കും ചെയ്യുമ്പോൾ ഇത്തരം കെണിയിലകപ്പെടും. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് എനിക്ക് പറയുന്നുണ്ട്.
സയ്യിദ് റഷീദുള്ള തഫ്സീറിൽ അങ്ങനത്തെ ഒരു ചരിത്രം കൊടുക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ പറഞ്ഞു വന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അസീസിൻ്റെ സ്വഭാവം ആർക്കും അനുകരണീയമല്ല എന്ന് മനസ്സിലാക്കാനാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു യൂസുഫ്, പിന്നെ ഇതുപോലത്തെ ഒരു പെണ്ണ്, രണ്ടാളെയും വീട്ടിൽ തനിച്ചാക്കുക, അതും നിത്യേനെ. ഈ യൂസുഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒരു നോട്ടം കണ്ടപ്പോഴാണ് സ്ത്രീകൾ വിരൽ മുറിച്ച്. അതിൻ്റെ ചരിത്രം നമുക്ക് വരാനുണ്ട്. ഒറ്റൊരു നോട്ടം കണ്ടുള്ളൂ. മാഹാദ ബഷറായിനാദ ഇല്ല മലക്കുൻ കരീം, ഇതൊരു മനുഷ്യനല്ല, ഇതൊരു മലക്കാണെന്ന് പറഞ്ഞിട്ടാണ് അവർ മുറിച്ചത്. അപ്പം അങ്ങനെയുള്ള ഒരു യൂസുഫിനെയാണ് ഒരു പെണ്ണിരുത്തിയുടെ കൂടെ പേരൻ്റെ ഉള്ളിൽ 24 സാ 24 മണിക്കൂർ ആക്കിയത്. അപ്പോൾ അത്തരം ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഇഷ്കാലാണത്. ഇദ്ദേഹത്തിൻ്റെ ഈ അഭിമാനരോഷം, ഗീറത്തില്ലായ്മൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം, ഇത് സംഭവിച്ചതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്യാണ്, യൂസുഫ് ആരിദാൻ ഹദവസ്തഫരിൽ തമ്പിയായിരുന്നു മൂപ്പര് പിന്നെയും അവിടെ തന്നെ ഈ വിഷയം തുടരാൻ എന്ന പോലെ അത് വിട്ടേക്കാണ്. രണ്ടാളെ അവിടെ തന്നെ വിടുകയാണ് ചെയ്യണത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണത്. കാരണം ഇവിടെ ഇനി നമുക്ക് വരുന്നുണ്ട്, അത് ഷഗഫഹ ഹുബ്ബ, ഹുബ്ബ് കൽബിൽ ഷഗഫ എന്ന് പറഞ്ഞാൽ കൽബിനൊരു കവറുണ്ട്, അതിൻ്റെ ഉള്ളിൽ പ്രേമം നിറയുകയെന്നാണ്. കൽബിൻ്റെ ഉള്ളിൽ പ്രേമം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും? ആ രീതിയിലാണ് ഈ പെണ്ണുള്ളത് യൂസുഫിനോട്. അങ്ങനെയുള്ള രണ്ടാളുകളെ വീണ്ടും എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു പെരുമാറ്റമാണ് ഇപ്പോൾ ഈ കിട്ടിയത്. പിന്നെ എന്ത് ചെയ്യണത്, അവിടെ വിടുക എന്ന് പറഞ്ഞെങ്കിൽ ഒട്ടും ഒരു ഗീറത്തില്ല. അതിൻ്റെ മെയുടെ ഒരു വിഷയമാണ് ഈ പ്രേമത്തിൻ്റെ വിഷയത്തിൽ, സ്നേഹത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ചരിത്രമാണ് ഈ ഖുസയ്യിർ അസ്സ എന്നവരുടെ ഒരു ചരിത്രം. ഖുസയ്യിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാമുകനാണ്, അസ്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാമുകയാണ്. ഒരു ഹദീസിലുണ്ട്, ഈ പ്രേമം സ്ഥിരീകരിക്കുകയും ആളുകൾക്കിടയിൽ പാട്ടാകുകയും ചെയ്തതിൻ്റെ ഏറ്റവും നല്ല ചികിത്സ നിക്കാഹാണ്. ഏറ്റവും നല്ല ചികിത്സ അതിന് വേഗം നിക്കാഹ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ആ അണക്കെട്ടിനെ തള്ളി നിർത്തിയിട്ട് കാര്യമല്ല, അത് പൊട്ടും. ഏതായാലും അതിൽപ്പെട്ടതാണ് ഇങ്ങനത്തെ ഒരു വിഷയം, ഈ ഖുസയ്യിർ അസ്സ. അതിൽ ഒരു ഇതുണ്ട്, ഇവളോടുള്ള സ്നേഹം കാരണത്താൽ ഇവൻ പാടുന്ന ഒരു പാട്ടാണ്. അതിൽ പറയുന്നത്, വമുസ്സ തുറാബൻ ഖദ്മസ്സ ഖദമുഹ വബീത വദല്ല ഹൈസു ബാതത് വദല്ലതി വലാ തയഅസ അൻ യഅഫു അല്ലാഹു അൻകുമാ ദുനൂബൻ ഇദാ സല്ലൈതുമാ ഹൈസു സല്ലതി എന്നാണ്. എന്താ പറയുന്നത് അറിയോ? പെണ്ണ് ഈ അസ്സയോടുള്ള പ്രേമം കാരണത്താൽ ഈ ഖുസയ്യിർ പറയുന്നത്, രണ്ട് സുഹൃത്തുക്കളിങ്ങനെ ഖലീലിയ എന്ന് പറഞ്ഞിട്ട് അഭിസംബോധന ചെയ്തിട്ട് പറയാണ്, വമുസ്സ തുറാബൻ ഖദ്മസ്സ ഖദമുഹ, അസ്സയുടെ കാൽ സ്പർശമേറ്റ മണ്ണ് നിങ്ങളും പോയി തൊടി എന്നാണ് പറയുന്നത്. വബീത വദല്ല ഹൈസു ബാതത് വദല്ലത്തി എന്നാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ രണ്ടാളും പോയിട്ട് അവൾ അന്തി ഇറങ്ങി കൊടുത്ത് അന്തി ഇറങ്ങിക്കോളിയും, അവൾ പകൽ കഴിച്ചു കൂട്ടി കൊടുത്ത് പകൽ കഴിച്ചു കൂട്ടിക്കോളിയും എന്ന് പറയുന്നത്. എന്നിട്ട് പറയണം, വലാ തയഅസ അൻ യഅഫു അല്ലാഹു അൻകുമ, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും എന്നുള്ളതിൽ ഒരിക്കലും നിരാശപ്പെടേണ്ട ദുനൂബൻ തെറ്റുകളെ. എങ്ങനെയാണെങ്കിൽ ഇതാ സല്ലൈതുമാ ഹൈസു സല്ലത്തി എന്നാണ്. ഓള് നിസ്കരിച്ചു കൊടുത്ത് നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ, അസ്സ നിസ്കരിച്ചു കൊടുത്ത് നിസ്കരിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ എല്ലാ തെറ്റും പുറത്തു തരും, ഒരു നിരാശയും വേണ്ടെന്ന് പറയുന്നത്. അത്ര ആണ് ഈ ഇത് തലയിൽ മൂത്തിട്ടുണ്ടെങ്കിൽ പറയുമ്പോൾ ഈ അസ്സ അവൾ വിവാഹം കഴിച്ച് വേറെ ആൾ കെട്ടിക്കൊണ്ടുപോയിട്ട് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഹജ്ജിന് വന്നിട്ട് ഭർത്താവിൻ്റെ കൂടെ അസ്സ ഹജ്ജിന് വന്നതാണ്. അങ്ങനെ ഭർത്താവ് പറയണ അന്നത്തെ രീതിയാണ്, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെയ്യ് അന്വേഷിക്കാൻ പറഞ്ഞു, എന്നെ നെയ്യ് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവൾ അസ്സ എന്ത് ചെയ്യാണ്, നെയ്യ് ഇങ്ങനെ അന്വേഷിച്ച് ഓരോ ഹൈമയിൽ ചെല്ലുമ്പോൾ അവിടെ ഒന്നുമില്ല. അവസാനം ഇവൻ ഹജ്ജിന് വന്നിട്ടുണ്ട്, ആര്, ഖുസയ്യിർ കാമുകൻ. അവിടേക്കാണ് നിന്നിട്ട് ഇവൾ തലയിട്ട് വെക്കുന്നത്. അപ്പോൾ അല്ല, ഇവനെന്ത് ചെയ്യാണ്, അവിടുന്ന് ഒരു അമ്പ് ഇങ്ങനെ കത്തിയോണ്ട് ചെത്തി ശരിയാക്കുകയാണ്. അവിടേക്കാണ് ഇവൾ തലയിട്ടിട്ട് ഈ നെയ്യ് ചോദിക്കുന്നത്. അപ്പോൾ ഇവൻ ഈ അമ്പ് ഇങ്ങനെ ചെത്തുന്നതിൻ്റെ അടിയിലുണ്ടല്ലോ, അമ്പ് മരമൊക്കെ കഴിഞ്ഞിരിക്കുന്നു, തോല് ചെത്തി ഇവന് ഇറച്ചി ചെത്തുകയാണ്. അതിൽ രക്തം തുളുമ്പി അത് കണ്ടപ്പോൾ ഇവൾക്കും അവളെന്ത് ചെയ്യണം, ഈ രക്തം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേൽ കമയിന്ന് വീണ് ഈ രക്തം തുടച്ചതാണ്. എന്നിട്ട് അവിടെ ഉള്ള നെയ്യ് മുഴുവൻ എടുത്ത് കൊടുത്തതാണ്. അവൾ പറഞ്ഞ് കുറച്ച് നെയ്യാണ്, അല്ലല്ല നെയ്യ് ഒന്നായിട്ട് എടുത്തു കൊടുത്തതാണ്. അങ്ങനെ ഭർത്താവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. ഭർത്താവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ രക്തത്തെ കുളിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുകയാണ് ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല. അവസാനം ഭർത്താവ് ചൂടായി, പ്രശ്നമായി. അപ്പോൾ അവസാനം പറഞ്ഞിങ്ങനെ കാമുകൻ ഖുസയ്യിർ അവിടെ ഉണ്ട്, അവർ ഇങ്ങനെ സംഭവിച്ചാണെന്ന് പറയുന്നത്. അതിൽ ഇവന് ഈ ഭർത്താവ് ഇവളെ കൊണ്ടുവരികയാണ്. ഇവൾ കവിയാണ്, കവിയത്രിയാണ്, ഖുസയ്യിർ കവിയാണ്. എന്നിട്ട് കൊണ്ടുവന്നിട്ട് മുന്നിൽ നിർത്തിയിട്ട് ഇവനെ നിർത്തിയിട്ട് ഹജ്ജിൻ്റെ മഷഹദിൽ
ഈ ഇവനെ നിർത്തിയിട്ട് ഇവളെ കൊണ്ട് ആക്ഷേപിച്ച് പഠിപ്പിക്കുകയാണ്, മോശപ്പെടുത്തി പഠിപ്പിക്കുകയാണ്. ആരെ? കാമുകനെ ജനമധ്യത്തിൽ മോശമാക്കിയിട്ട് പഠിപ്പിക്കുകയാണ് ഭർത്താവ്. അപ്പോൾ അസ്സ പാടുകയാണ്. പാടുമ്പോൾ അവൾക്ക് മനസ്സിൽ തട്ടിയിട്ടുള്ള പാട്ടല്ല. പക്ഷെ അപ്പോൾ ഖുസൈർ പറയാണ്, ഹനി അമ്മരി അൻ ഗൈറദ ഇൻ മുഖാമിരി ലി അസ്സ താറാദുന മസ്തഹല്ലത്തി. അതായത് അവളോട് പറയാണ്, ഹനി അമ്മരി അൻ ഗൈറദ ഇൻ മുഖാമിരി, യഥേഷ്ടം പാടിക്കോന്നാണ് കുറ്റപ്പെടുത്തിയിട്ട്. ലി അസ്സ താറാദുന, നമ്മുടെ അഭിമാനം അസ്സക്ക് മസ്തഹല്ലത്തി, എത്രയാണോ മോശപ്പെടുത്തേണ്ടത് അതൊക്കെ അത്ര മോശപ്പെടുത്താൻ മാത്രം അനുവദനീയാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ് ഈ ഖുസൈർ പറയുകയാണെന്നാണ് വിഷയം. ആ കവിത വായിക്കുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെടും, എങ്ങനെയാണ് ഖുസൈർ അസ്സയോട് തന്നെ മോശമാക്കിയിട്ട് പാടാൻ എങ്ങനെ പറയുക? പക്ഷെ അതിൻ്റെ സന്ദർഭത്താണ്. അയാൾക്കറിയാം അവളെത്ര പാടിയിട്ടുണ്ടെങ്കിലും അത് മനസ്സിൽ തട്ടിയ പാട്ടല്ല, നാവിന്ന് വരുന്നതാണ് എന്നുള്ളത് അറിയാം. എന്തായാലും ഞാൻ പറഞ്ഞത് ഇതാണ്, ഈ പ്രേമം തലയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇല്ല, ശരിക്കും അവരെ ഒന്ന് കല്യാണം കഴിച്ചുവിട്ടുണ്ടെങ്കിൽ അത് തീർന്നേനെ. പക്ഷേ ഇത് വേറൊരാൾക്ക്, അറബികൾ അവരുടെ വാശി കാരണത്താൽ മറ്റൊരാൾക്ക് കെട്ടിച്ചു കൊടുത്തത് കാരണത്താലാണ് പിന്നെയും ഈ ഒരു പ്രശ്നം ഉണ്ടായത്. നമ്മൾ ചരിത്രത്തെ ഒരിക്കൽ ഇവിടെ ക്ലാസ്സിൽ പറഞ്ഞ് എന്നെ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ഈ ഖുസൈർ പറഞ്ഞു എന്നാണ്, ഖലാഖുൽ ലുദീദൈനിൻ ഫവഫ ഗരീമഹു വഅസ്സതു മംതൂലുൻ മുഅന്നൻ ഗരീമുഹ എന്നാണ്. അതായത് എല്ലാവരും കടം വീട്ടി, ഈ ഖുസൈർ പറയാണ്, കാമുകൻ പറയാണ്, എല്ലാവരും അവരുടെ കടം വീട്ടി. ഖലാഖുൽ ലുദീദൈനിൻ ഫവഫ ഗരീമഹു, എല്ലാവരും പൂർണ്ണ അളവിൽ കടം വീട്ടി. പക്ഷേ വഅസ്സതു മംതൂലുൻ, അസ്സ കടം വീട്ടിയിട്ടില്ല, ഇന്ന് തരാം നാളെ തരാമെന്നാണ് ഇങ്ങനെ നീട്ടിയിട്ടാണ്. മുഅന്നൻ ഗരീമുഹ, കടം ഏൽക്കേണ്ട വ്യക്തി ഉണ്ടല്ലോ, കടം കിട്ടേണ്ട വ്യക്തി, അദ്ദേഹം ഏറെ പ്രയാസത്തിലാണ്, കടം ഈ തരുന്നില്ല എന്ന് പറയണത്. ഇത് പറയാൻ കാരണം എന്താ? ഈ കവിത നാട്ടിൽ പാട്ടായി. ഈ ഖുസൈറിൻ്റെ ഈ കവിത നാട്ടിൽ പാട്ടായപ്പോൾ അത് കൊട്ടാരത്തിലും എത്തി. അപ്പോൾ പിന്നെ ഉമർ ഇബ്നു അബ്ദുൽ അസീസിൻ്റെ പെങ്ങൾ, എനിക്കൊന്ന് ഉമ്മുൽ ബനി അല്ലെങ്കിൽ ആത്തിക ബിൻത് യസീദ്, ഏതായാലും ഒരാൾ ഈ അസ്സയോട് ചോദിക്കാൻ വേണ്ടിയിട്ട്, എന്താണ് ഇങ്ങനെ ഒരു കവിത നിങ്ങളുടെ കാമുകൻ ഖുസൈർ പറയുന്നുണ്ടല്ലോ, നിങ്ങളെക്കുറിച്ചാണല്ലോ പറയുന്നത്, എല്ലാവരും കടം വീട്ടി തികഞ്ഞ അളവിൽ, പക്ഷേ അസ്സ മംതൂലത്താണ്, ഇതുവരെ കടം നാളെ തരാൻ നീട്ടിക്കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ടല്ലോ, അത് എന്താണെന്ന് ചോദിക്കാണ്. അപ്പോൾ അസ്സ പറയാണ്, ആ കടം എന്നോട് ചോദിക്കണത് ഞാൻ മൂപ്പര് കൊടുത്തൊരു വാഗ്ദാനമാണ്. എന്താ? ഒരു ചുംബനം തരാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു, അതാണ് കടം, അത് ഞാൻ സമ്മതിച്ചിട്ടില്ല, അതാണ് കടം വീട്ടണം എന്ന് അയാൾ പറയുന്നത്. അപ്പോൾ ഈ ഉമ്മുൽ ബനീനത് പറയാണ്, നീ അത് സമ്മതിച്ചോ, അതിൻ്റെ കുറ്റമൊക്കെ ഞാൻ വഹിക്കാം, അസ്തഗ്ഫിറുല്ലാഹ്, അതിൻ്റെ കുറ്റമൊക്കെ ഞാൻ വഹിക്കാൻ പറയും. അങ്ങനെ അസ്സ അതിന് സമ്മതിച്ചപ്പോൾ ഉമ്മുൽ ബനീൻ പിന്നെയാണ് അതിൻ്റെ കുറ്റം അവർ പശ്ചാത്തപിക്കുന്നതും തൗബ ചെയ്യണതും. ചരിത്രത്തിൽ കാണാം, ഹജറുൽ അസ്വദിൻ്റെ അവർ ഹജ്ജ് ചെയ്തു, എത്രയോ അടിമകളെ മോചിപ്പിച്ചു. അത് ഹജറുൽ അസ്വദിൻ്റെയും റുക്നുൽ യമാൻ്റെയും ഇടയിൽ 40 അടിമകളെ മോചിപ്പിച്ചു എന്നാണ് അവർ. അത്ര വലിയ കുറ്റബോധം അവർക്ക് ആ വിഷയത്തിലുണ്ടായി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞാൽ. പിന്നെ അതിൻ്റെ ചരിത്രം കാണാൻ ഈ കവിത ഉണ്ടല്ലോ, ഈ പറഞ്ഞ ഈ കടം വീട്ടാനുള്ള കവിത, അത് ആളുകളിൽ അന്ന് പാട്ടായി. അങ്ങനെ ഈ ഖുസൈറിൻ്റെ ഒരു അടിമ മദീനത്ത് അത്തറ് വിറ്റിരുന്നു എന്നാണ്. അത്തറ് കച്ചവടം, മൂപ്പർക്ക് അത്തറ് വിറ്റിരുന്നു, അടിമയാണ്, അത്തറ് വാങ്ങിയിട്ട് വിൽക്കണ കച്ചവടം. അപ്പോൾ ഒരിക്കൽ ഈ അടിമക്കറിയില്ല ഈ ആളെക്കുറിച്ചൊന്നും, കാമുകിയെക്കുറിച്ചൊന്നും അറിയില്ല. അസ്സ വന്നിട്ട് കടമായിട്ട് വാങ്ങി, അത്തറ് വാങ്ങി. എന്നിട്ട് അസ്സ കടം വീട്ടൂല, നീട്ടി. അപ്പോൾ ഒരിക്കൽ പിന്നെ അസ്സനെ കണ്ടപ്പോൾ ഈ അടിമ ചോദിച്ചു, നിങ്ങൾ നാളെ അത്തറ് വാങ്ങിയിട്ട് പൈസ തന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് തരാം എന്ന് പറയാണ്. തരാമെന്ന് പറഞ്ഞപ്പോൾ ഈ അടിമയ്ക്ക് ഈ കവിത ഓർമ്മ വന്ന്, ഏത്? ഖലാഖുൽ ലുദീദൈനി മുഅഫൻ ഗരീമുഹ വഅസ്സതു മംതൂലുൻ മുഅന്നൻ ഗരീമുഹ എന്ന് പാടിയതാണ്. അപ്പോൾ ഈ അസ്സ അവളുടെ കൂട്ടുകാരികൾ കൂടെ ഉണ്ട്. അവർ പറഞ്ഞ്, നിങ്ങൾ ഈ കവിത ഇപ്പോൾ പാടിയ വ്യക്തി ആരറിയാം നിങ്ങൾക്ക്? ഖുസൈറിൻ്റെ കാമുകിയാണെന്ന് പറയാണ്. അപ്പോൾ ഈ അടിമ വേഗം എന്ത് ചെയ്യാണ്, ഞാൻ കടം വിട്ടു തന്നു, ഇനി ഒരിക്കലും വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, കട ഒഴിവാക്കി ഇവൻ നേരെ ഓടിയെന്നാണ് ഖുസൈറിൻ്റെ അടുക്കലേക്ക്. എന്നിട്ട് പറഞ്ഞു, യജമാനരെ ഇന്ന് ഞാനിങ്ങനെ ഒരു പുണ്യം ചെയ്തിട്ടുണ്ട്, നിങ്ങളെ ആൾ വന്നു ചേർന്നു, അപ്പോൾ ഞാൻ കട ഒഴിവാക്കി കൊടുത്തു. അവിടെ വെച്ച് ഈ അടിമയെ ഖുസൈർ മോചിപ്പിച്ചു എന്ന് മാത്രമല്ല, ഈ അത്തറക്കടയിലുള്ള അത്തറ് മുഴുവൻ്റെല്ലോ അത് വാങ്ങിയിട്ട് അത് ഈ ഗുലാമിന് കൊടുക്കുകയും ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞു. വെച്ചാൽ ഈ പ്രേമങ്ങളുടെ അവസ്ഥ അതാണ്. അത് പിന്നെ തലച്ചോറിൽ കൂട് കൂട്ടിയിട്ടുണ്ട് എങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നമാണ്, അത് മുറിഞ്ഞു പോകില്ല, ഭയങ്കര പ്രയാസമാണ്. അതിൻ്റെയൊക്കെ ചരിത്രങ്ങൾ ഉദാഹരണം ഞാൻ ചിലത് ഇവിടെ നമുക്ക് വരും ഇൻഷാ അല്ലാഹ്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് പിടിക്കപ്പെടുന്നത്. എന്നിട്ട് എന്തു ചെയ്യാണ്,
അത് വീണ്ടും വീട്ടിൽ സമ്മതിക്കുകയാണ്. അതാണ് നമ്മുടെ വിഷയം. അത് വീണ്ടും വീടുകളിൽ സമ്മതിക്കണം. സാധാരണ ഈ സ്വതന്ത്ര സ്ത്രീകൾ പിന്നെ ആഭിചാരം ഉണ്ടല്ലോ, അത് വ്യഭിചാരം, അത് അവരുടെ ശീലമല്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ദർജയിലൊക്കെ എത്തിയ ഒരു സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷേ ആ സ്ത്രീ പോലും അതിന് ദാഹിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫതഹിൻ്റെ വേദിയിൽ സ്ത്രീകളോട് ബയ്യത്ത് സ്വീകരിച്ച ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് വാക്കാലാണ് ബയ്യത്ത് സ്വീകരിക്കുന്നത്. അങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ വരിയായിട്ട് വന്നിട്ട് റസൂലുള്ളാഹി അവരോട് ബയ്യത്ത് സ്വീകരിക്കണം. അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, വ്യഭിചരിക്കരുത്, മോഷണം നടത്തരുത്, അതേപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്യരുത്, മക്കളെ കൊല്ലരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബയ്യത്ത് സ്വീകരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ വന്നു എന്നാണ്. ആ സ്ത്രീ ശരിക്ക് മുഖമൊക്കെ മറച്ച് വേഷപ്രച്ഛന്നയായിട്ടാണ് വന്നത്, ആളെ തിരിച്ചറിയാതിരിക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്, ഉമറുണ്ട്, അബൂ സുഫിയാൻ ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ റസൂലുള്ളാഹി അവരോട് ബയ്യത്ത് സ്വീകരിക്കുമ്പോൾ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, അതിൽ ബയ്യത്ത് സ്വീകരിച്ചു. അതേപോലെ തന്നെ വ്യഭിചരിക്കരുത്. അപ്പോൾ ഉടനെ സ്ത്രീ പറയാണ്, അവതസ്നിൽ ഹുറ, സ്വതന്ത്ര സ്ത്രീ വ്യഭിചരിക്കുമോ? വ്യഭിചരിക്കരുത് എന്നതിൽ ബയ്യത്ത് സ്വീകരിക്കുമ്പോൾ ആ സ്ത്രീ പറയാണ്, സ്വതന്ത്ര സ്ത്രീ വ്യഭിചരിക്കുക. അങ്ങനെ ആ പണി ചെയ്യൽ അടിമകളല്ലേ, ചെയ്യുകയാണെങ്കിൽ തന്നെ. അവതസ്നിൽ ഹുറ, സ്വതന്ത്ര സ്ത്രീകൾ വ്യഭിചരിക്കുമോ റസൂലേ എന്ന് ചോദിക്കുകയാണ്. പിന്നെ റസൂലൊക്കെ ആളെ മനസ്സിലായില്ല. പിന്നെ ഇതിൽ മനസ്സിലായി, മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞ്. അപ്പോൾ അവർ പറയുകയാണ്, ഭർത്താവിൻ്റെ സ്വത്തിൽ നിന്ന്, ഭർത്താവ് പിശുക്കനാണ്, അതുകൊണ്ട് ഭർത്താവിൻ്റെ സ്വത്തിൽ നിന്ന് ഞാൻ പിന്നെ മക്കൾക്കും എനിക്കും വേണ്ടത് എടുക്കലുണ്ട് എന്ന് പറയാണ്. അതിൽ കുറ്റമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അബൂ സുഫിയാനെ ഉദ്ദേശിക്കുന്ന പെണ്ണ് ഹിന്ദാണ്. ഹിന്ദ് അബൂ സുഫിയാൻ്റെ സ്വത്തിൽ നിന്നാണ് എടുക്കുന്നത്. ഇന്ന അബാ സുഫിയാൻ റജുലുൻ ഷഹീഹുൻ എന്ന് പറയാണ്. അപ്പോൾ അബൂ സുഫിയാൻ അവിടെ വെച്ചിട്ട് പറയാണ്, അതിന് വേണ്ടി എടുത്തതിന് ഞാൻ എനിക്ക് മാപ്പ് വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ വെച്ചിട്ട്. അപ്പോൾ അതിന് ഉമർ ചിരി തുടങ്ങി ഇത് കേട്ടിട്ട്. ഇത് ഹിന്ദാണ്. റസൂൽ ചോദിക്കുകയാണ്, നീ ഹിന്ദല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, ഹിന്ദു ബിന്ദു ഉത്ബൻ എന്ന് പറയാണ്. അപ്പോൾ പിന്നെ മക്കളെ കൊല്ലരുത് എന്നുള്ളതിൽ ബയ്യത്തെടുത്തപ്പോൾ അവർ പറഞ്ഞു എന്നാണ്, മക്കളെ ഞങ്ങൾ ചെറുപ്പത്തിൽ പോറ്റി വളർത്തി വലുതായിട്ട് നിങ്ങളാണ് ബദറിൽ വരെ കൊന്നത് എന്ന് ഹിന്ദു പറഞ്ഞു എന്നാണ്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കൊന്ന് ബയ്യത്ത് സ്വീകരിച്ചിട്ട് മാപ്പ് കൊടുക്കുകയുണ്ടായി എന്നുള്ള ചരിത്രം. അവിടെ വിഷയതാണ്, സ്വതന്ത്ര സ്ത്രീകൾ വ്യഭിചരിക്കുമോ എന്നുള്ള അവരുടെ ആ ഒരു ചോദ്യം. അല്ലേ, ഇവിടെ ആ ഒരു തെറ്റിലേക്കാണ് ഈ സ്ത്രീ എന്ത് ചെയ്യണത്, മത്സരിക്കുന്നത്. ഇനി നമുക്കിവിടെ വരും ഇവർ, ഞാൻ പറയണത് യൂസുഫ് കേട്ടിട്ടില്ല എങ്കിൽ യൂസുഫിനെ ജയിലിൽ തള്ളും എന്ന് പറയുന്നുണ്ട്. അപ്പോഴും അവരുടെ എന്താണ് മനസ്സിൻ്റെ ആ ഒരു വ്യഗ്രതയാണ്. അങ്ങനെയുള്ളൊരു സ്ത്രീയെ വീട്ടിൽ സമ്മതിക്കുക, ഇങ്ങനെ ഈ രീതിയിൽ സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ ആണൊരുത്തനോടൊപ്പം, യൂസുഫ് അലൈഹിസ്സലാമിനോടൊപ്പം. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ആ ഗീറത്തില്ലായ്മ, അഭിമാന രോഷം ഇല്ലായ്മ. അതാണ് പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ടൊരു വിഷയം. പണ്ഡിതന്മാർ വളരെ ഗൗരവത്തിൽ ഉണർത്തിയൊരു വിഷയമാണ് ആ ഒരു സംഗതി. പിന്നെ ഇവിടെ ഒരു വേറെ വിഷയം, ഷെയ്ത്താൻ്റെ കൈദിനെ കുറിച്ച് നമ്മളെന്താ പഠിച്ചത്? ഷെയ്ത്താൻ്റെ കൈദ്, തന്ത്രം. ഇന്ന കൈദ ഷെയ്ത്താനിക്കാന എന്താ ദഈഫ എന്നാണ്. ഇന്ന കൈദ ഷെയ്ത്താൻ, തീർച്ചയായും ഷെയ്ത്താൻ്റെ കൈദ്, തന്ത്രം, കാന ദഈഫ എന്നാണ്. എന്താ ദഈഫ് എന്ന് പറഞ്ഞാൽ ദുർബലം. പക്ഷെ ഇവിടെ ഇന്ന കൈദകുന്ന അദീമു ഫീ ബാബി, ഈ ബാബിൽ, ഈ വിഷയത്തിൽ സ്ത്രീകളുടെ കൈദ്, അതാണ് ഷെയ്ത്താൻ്റെ കൈദ് പോലും ദഈഫാണ്. പക്ഷേ ഈ വിഷയത്തിൽ സ്ത്രീകൾ ഒരുക്കുന്ന കൈദ് അത് അദീം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ ഈ ഒരു ഭാഗം വളരെ ഗൗരവത്തിലാണ് കണ്ടിട്ടുള്ളത്. സ്ത്രീകളുടെ തന്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ല, എല്ലാ വിഷയത്തിലല്ല, സ്ത്രീകൾ ഈ വിഷയത്തിൽ തന്ത്രം പ്രയോഗിക്കുകയാണെങ്കിൽ അത് വളരെ ഗൗരവപ്പെട്ടത് എന്നുള്ളതാണ്. അതില്ല എങ്കിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ പുരുഷന്മാരാണ് വലവിരിച്ച് നടക്കുക. സ്ത്രീകൾ ചില ഒറ്റപ്പെട്ട കേസുകൾ ഉണ്ടാവും. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലേ, ചില സ്ത്രീകൾ ഈ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ട താനുമായി ബന്ധപ്പെട്ടവരുടെ ഒരു ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഇത്ര ആളുകൾ തമാശയായിട്ട് തന്നെ പറയുന്നുണ്ട്. ഒരു നാടകാക്ക പത്രം വായിച്ചുകൊണ്ടിരിക്കെ ഭയങ്കര സന്തോഷത്തിൽ തുള്ളിച്ചാടി എന്നാണ്. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ സന്തോഷത്തിൽ തുള്ളിച്ചാടിനാണ്. അപ്പോൾ ഇന്ന് ഓള് പ്രസിദ്ധീകരിച്ചതിൽ എൻ്റെ പേരില്ല എന്ന് മൂപ്പര് പറഞ്ഞു എന്നാണ്. പുരുഷന്മാരാണ് ഇതിൽ പലപ്പോഴും ഒരു മുൻപന്തിയിൽ. പക്ഷേ തന്ത്രങ്ങൾ മെനയുകയാണ് എങ്കിൽ അവരുടേത് അബീം എന്നുള്ളത് ഇവിടെ പിന്നെ പണ്ഡിതന്മാർ പ്രത്യേകം ഇവിടെ പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ ഞാൻ ഉണർത്താൻ ഉദ്ദേശിച്ചത്. അലാകുല്ലിൻ ഫലമ്മാ റഅ ഖമീസഹു ഖുദ്ദ മിൻ ദുബുരിൻ ഖാല ഇന്നഹു മിൻ കൈദികുൻ ഇന്ന കൈദകുൻ അദീം യൂസുഫ് അഅ്റിദ് അൻ ഹാദാ വസ്തഗ്ഫിരി ലിദംബിക് ഇന്നകി കുൻതി മിനൽ ഖാതിഈൻ. ഞാനിപ്പോൾ ഈ വിഷയം ഏറ്റെടുക്കേണ്ട ആളുകളെ ഏറ്റെടുത്തത്. അത് വക്കാല നിസ്വത്തും ഫിൽ മദീന. ഇത്തരം വിഷയം സ്ത്രീകൾക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ
അതെങ്ങനെ എവിടെ പോകും എങ്ങനെ പോകും എന്നുള്ള ആ ഒരു ഭാഗമാണ് ഇവിടെ ഇനി തുടർന്ന് വരുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഇതിനെല്ലാം വിശദീകരിക്കാം. വലമ്മ ബലഗ അശുദ്ധഹു ആതൈന ഹുക്മൻ വ ഇൽമ എന്ന് പറഞ്ഞതിന് മുമ്പ് ഹുക്മ ഇൽമ അല്ലാഹു നൽകിയിട്ടുണ്ട്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഖീറത്തുണ്ട്. അതുകൊണ്ടല്ലേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇനി ഇവരോട് വരുന്നുണ്ട്. ഈ സ്ത്രീ പറയുന്നുണ്ട്, അന റാവത്തുഹു അൻ നഫ്സിഹി ഫസ്തഅസം, ഞാനാണ് യൂസുഫിനെ എന്ത് ചെയ്തത്, യൂസുഫിൻ്റെ ഇംഗിതത്തിനെതിരായിട്ട് യൂസുഫിനെ പ്രാപിക്കാൻ വേണ്ടി ചെന്നത്, ഞാനാണ് വശീകരിച്ചത്. ഫസ്തഅസം, യൂസുഫ് ഇസ്തഅസമ എന്നാണ് എന്താ മാസൂം ഇസ്തഅസമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അചിന്ത്യമാണ് എന്ത് ചെയ്ത് ആ ഒരു പ്രതിരോധം, യൂസുഫിൻ്റെ പ്രതിരോധം. തെറ്റെനിക്ക് വേണ്ട എന്നുള്ള നിലയ്ക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം മാറി നിന്നത്, തന്നെ സംരക്ഷിച്ചത് ആ സ്ത്രീ പറയാണ് ഫസ്തഅസം. വളരെ അത്ഭുതമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമെ അവിടെ തന്നെ നിർത്തിയിട്ട് ഈ രീതിയിൽ അദ്ദേഹത്തെ ഒരുക്കിയ ലോകത്തിനൊരു മാതൃകയാകാൻ വേണ്ടിയിട്ടാണ്. ഖലാസ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇത് ഇനി വഴിയെ വരുമ്പോൾ ഇതിനില്ല. അസ്സലാമു അലൈക്കും സുബ്ഹാനക്കല്ലാഹ്. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.